കൂട്ടുകാരെ, ഇതൊരു പുതിയൊരു ചാനലാണ്. അതായത് പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഹോട്ട് ടോപ്പിക്സുകൾ കവർ ചെയ്ത് നൽകുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട്സുകൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ്സിലോട്ട് അടക്കാം. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ഒരു നിത്യജീവിതത്തിലെ തന്നെ ഒരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പി എസ് സി എക്സാംസിന് വരാൻ സാധ്യതയുള്ള സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ്സിലോട്ട് അടക്കാം. ഇവിടെ നോക്കിയാൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ചോദ്യം ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു എ ഐയുടെ ഉപജ്ഞാതാവാരെന്ന് ചോദിച്ചാൽ ജോൺ മക്കാർത്തിയാണ് കേട്ടോ. ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപജ്ഞാതാവ്. എങ്കിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ചാറ്റ് GPT-യുടെ സ്രഷ്ടാവാരെന്ന് ചോദിച്ചാൽ സാം ഓൾട്ട്മാൻ. പേര് മറന്നു പോരുത്, സാം ഓൾട്ട്മാൻ ആണ് ചാറ്റ് GPT-യുടെ സ്രഷ്ടാവ് എന്ന് പറയുന്നത്. എങ്കിൽ ഈ ഒരു ചാറ്റ് GPT മാതൃ കമ്പനിയായ ഓപ്പൺ എയുടെ CEO ആരെന്ന് ചോദിച്ചാൽ അത് സാം ഓൾട്ട്മാൻ ആണ് കേട്ടോ. അദ്ദേഹം സാം ഓൾട്ട്മാൻ തന്നെയാണ്. എങ്കിൽ എന്താണ് ചാറ്റ് GPT എന്ന് പറയുന്നത്? ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോമർ എന്നതാണ് ചാറ്റ് GPT-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ചാറ്റ് GPT എന്നാണ് ആരംഭിച്ചിരിക്കുന്നത്? 2022 നവംബർ 30 സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കിയുള്ള ഓപ്പൺ AI ആണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ആണ് LLMS എന്ന് പറയുക, അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസുകൾ എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലേണിംഗ് സംവിധാനമാണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന മെഷീൻ ലേണിംഗ് സംവിധാനം. ഇനി ഈ ഒരു ചാറ്റ് GPT-യുമായി ബന്ധപ്പെട്ട മറ്റ് കോണ്ടന്റുകളിലോട്ട് നമുക്ക് കിടക്കാം. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചാറ്റ് GPT-ക്ക് ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ഒരു ചാറ്റ് ബോട്ടാണ് ബാർഡ് ചാറ്റ് ബോട്ട്. എങ്കിൽ ചാറ്റ് GPT-ക്ക് ബദലായിട്ട് ചൈനീസ് സെർച്ച് എഞ്ചിനായ ഈ ഒരു ബെയ്ഡു അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏതെന്ന് വെച്ചാൽ ഏർണി. പേരിങ്ങനെയാണ്, ഏർണി. എങ്കിൽ ചാറ്റ് GPT-ക്ക് ബദലായിട്ട് ഇലോൺ മസ്ക്, നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് നമ്മുടെ എലോൺ മസ്ക്. അദ്ദേഹം ഈ ഒരു ചാറ്റ് GPT-ക്ക് ബദലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് കേട്ടോ. ഗ്രോക്ക് എന്ന് പറയും. സോ ഇവിടെ ഈ ഒരു ചാറ്റ് GPT-ക്ക് ബദലായിട്ടുള്ള ചില ബോട്ടുകളെയാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗൂഗിൾ അവതരിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ ബാർഡ് ചാറ്റ് ബോട്ടും, കൂടാതെ ബെയ്ഡു അവതരിപ്പിച്ചതാണെങ്കിൽ ഈ ഒരു ഏർണിയും, കൂടാതെ ഇലോൺ മസ്ക് അവതരിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ ഗ്രോക്കുമാണ് ഈ ഒരു ചാറ്റ് GPT-ക്ക് ബദലായിട്ട്. കൂടാതെ ഈ ഒരു ഗൂഗിൾ AI ചാറ്റ് ബോട്ടായ ബാർഡിനെ ജെമിനി എന്ന് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ബാർഡിനെ ജെമിനി എന്ന പേരിൽ ഇപ്പോൾ നിലവിൽ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചാറ്റ് GTPക്ക് ബദലായി റിലയൻസ് ജിയോയും IIT ബോംബെയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഭാരത് GPT. അത് നിങ്ങൾ മറന്നു പോരുത്, കാരണം അവിടെ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭാരത് GPT നിർമ്മിച്ചിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈ ഒരു നമ്മുടെ റിലയൻസ് ജിയോയും കൂടാതെ IIT ബോംബെയും സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാരത് GPT എന്ന ഈ ഒരു സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിൽ ഇവിടെ ചാറ്റ് GPTക്ക് സമാനമായിട്ട് ഭാരത് GTP വികസിപ്പിച്ച ഈ ഒരു AI സാങ്കേതിക വിദ്യ സേവനമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാരത് GPTക്ക് ഉള്ളിലെ ആ ഒരു AIക്ക് ഉള്ളിലെ ഒരു സംവിധാനമാണ്, ഒരു സർവീസാണ് ഹനുമാൻ എന്ന് പറയുന്ന സർവീസ്. മറന്നു പോരുത്, ഈ പേരുകളെല്ലാം നമ്മുടെ എക്സാംസിന് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നോക്കിയേ, ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായിരുന്നു പ്രഗ്യ മിശ്ര. പേര് മറന്നു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായിരുന്നു ചോദിച്ചാൽ അത് പ്രഗ്യ മിശ്രയാണ്. പ്രഗ്യ മിശ്ര. എങ്കിൽ ലോകത്ത് ആദ്യമായി ചാറ്റ് GPT നിരോധിച്ച രാജ്യം ഏതെന്ന് വെച്ചാൽ ഇറ്റലിയാണ്. കൂടുതൽ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഈ ഒരു ചാറ്റ് GPT നിരോധിച്ച ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ്. കൂടാതെ
2023 ജൂലൈയിൽ XAI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ആപ്പിന് തുടക്കം കുറിച്ച ബഹിരാകാശ സംരംഭകൻ ആരെന്ന് ചോദിച്ചാൽ അത് ഇലോൺ മസ്ക് ആണ്. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എലോൺ മസ്ക്. സോ അദ്ദേഹം XAI എന്ന പേരിൽ ഒരു സംരംഭം ഒരു ആപ്പിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ലോകത്ത് ആദ്യമായിട്ട് ഒരു കമ്പനി CEO ആയിട്ടുള്ള AI റോബോട്ട് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ റോബോട്ട് എന്ന് ചോദിച്ചാൽ മിക്കയാണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് ഒരു കമ്പനി CEO ആയിട്ടുള്ള AI റോബോട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കയാണ്. മിക്ക, പേര് മറന്നു പോരുത്, മിക്ക എന്നാണ്. കൂടാതെ ലോകത്ത് ആദ്യമായി AI നിയന്ത്രണ നിയമം പാസ്സാക്കിയിരിക്കുന്ന യൂറോപ്പിലാണ് കേട്ടോ. ഈ AI നിരോധിച്ചിരിക്കുന്ന രാജ്യമാകുമ്പോൾ ഇറ്റലി ആയിരുന്നു. കൂടാതെ ലോകത്ത് ആദ്യമായിട്ട് AI നിയന്ത്രണ നിയമം പാസ്സാക്കിയിരിക്കുന്നത് യൂറോപ്പിലാണ് കേട്ടോ, യൂറോപ്പ്. കൂടാതെ ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അത് ഡെവിൻ ആണ് കേട്ടോ. ഡെവിനെ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഇന്ത്യ നിർമ്മിച്ച ഒരു AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക എന്ന് പറയുന്നത്. പേര് മറന്നു പോരുത്, ദേവിക ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകാൻ പോകുന്ന UAEയിലാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ UAEയിലാണ്. ഇവിടെ നോക്കിയാൽ ലോകത്തിലെ ആദ്യ AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകാൻ പോകുന്ന AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ലണ്ടൻ. ഒന്നുകൂടെ പറയാം, ലോകത്ത് ആദ്യത്തെ AI നിയന്ത്രണ നിയമം പാസ്സാക്കിയിരിക്കുന്നത് യൂറോപ്പിലാണ്. കൂടാതെ ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിൻ ഏതെന്ന് ചോദിച്ചാൽ ഡെവിനും. ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഒരു നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ദേവികയാണ്. കൂടാതെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകാൻ പോകുന്ന UAEയിലും ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകാൻ പോകുന്നത് ലണ്ടനിലുമാണ്. അടുത്തതായിട്ട് ലോകത്തിലെ ആദ്യ പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ഏതെന്ന് വെച്ചാൽ മെയ്ഫ്ലവർ 400, ലണ്ടൻ ആസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന മെയ്ഫ്ലവർ 400 ആണ്. എങ്കിൽ ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യം ഏതെന്ന് വെച്ചാൽ റൊമാനിയ. ഇവിടെ നോക്കിക്കേ, ഉപദേഷ്ടകൻ്റെ അല്ലെങ്കിൽ ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയിരിക്കുന്ന രാജ്യമാണെങ്കിൽ റൊമാനിയ എന്ന രാജ്യമാണ്. റൊമാനിയ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ലേസർ നിർമ്മിച്ചിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാലും അതും റൊമാനിയയാണ്. ഇവിടെ അയോൺ എന്ന AI ബോട്ടിനാണ് ഓണററി ഉപദേഷ്ടക പദവി ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ആ ഒരു ഉപദേഷ്ടക പദവി നൽകിയിരിക്കുന്ന AIയുടെ പേര് അയോൺ എന്നാണ്, അയോൺ. അടുത്തതായിട്ട് ഇവിടെ നോക്കിയാൽ ChatGPTക്ക് ബദലായിട്ട് ചൈനീസ് നിർമ്മിത ബുദ്ധിയും സെർച്ച് എഞ്ചിനുമായി ബെയ്ഡു അവതരിപ്പിച്ചത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ഏർണി എന്നാണ്. കൂടാതെ ഗൂഗിൾ അവതരിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ ബാർഡ് എന്നാണ്. എങ്കിൽ ഇവിടെ കോളിൻസ് നിഘണ്ടു എന്ന് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. സോ കോളിൻസ് നിഘണ്ടു 2023 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും AI എന്നാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. കോളിൻസ് നിഘണ്ടു 2023 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് AI ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അടുത്തതായിട്ട് AI സുരക്ഷാ ഉച്ചകോടി 2023 വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ യുകെയിലെ ബ്ലച്ചിലി പാർക്കിൽ. ആ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു സ്ഥലം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഈ ഒരു AI സുരക്ഷാ ഉച്ചകോടി 2023 വേദിയായത് എവിടെയെന്ന് വെച്ചാൽ യുകെയിലെ ബ്ലച്ചിലി പാർക്കിലാണ്. സോ 27ഓളം രാജ്യങ്ങൾ കൂടി ചേർന്ന് ഒരു ഉടമ്പടിയിൽ അവിടെ ഒപ്പുവെച്ചു. ആ ഒരു ഉടമ്പടി അറിയപ്പെടുന്നത് ബ്ലച്ചിലി ഉടമ്പടി എന്നാണ്, ബ്ലച്ചിലി ഉടമ്പടി. എങ്കിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയുടെ പേര് വിക്ടോറിയ ഷീ എന്നാണ്. അതായത് ഉക്രൈൻ രാജ്യത്തിലെ ഒരു നയതന്ത്ര പ്രതിനിധി, AI ബേസ്ഡ് ഈ ഒരു നയതന്ത്ര പ്രതിനിധിയുടെ പേരാണ് വിക്ടോറിയ ഷീ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റും OpenAIയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് കേട്ടോ. IT-യുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് ചോദിക്കാം. സ്റ്റാർ ഗേറ്റ്, അതിന് നൽകുന്ന പേരെന്താണ്? സ്റ്റാർ ഗേറ്റ് എന്നാണ്. മൈക്രോസോഫ്റ്റും OpenAIയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് സ്റ്റാർ ഗേറ്റ് എന്നാണ്, സ്റ്റാർ ഗേറ്റ്. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരകയുടെ പേര് ലിസ എന്നാണ്. ഒഡിയ TV ആണ് ഈ ഒരു ഒന്നിലധികം ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ലിസയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരകയുടെ പേര് ലിസ എന്നാണ്. കുവൈറ്റ് ന്യൂസ് അവതരിപ്പിച്ച വെർച്വൽ ന്യൂസ് അവതാരകയുടെ പേര് ഫെദ എന്നാണ്, ഫെദ. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര് ബിയാട്രിസ് എന്നാണ് കേട്ടോ, ബിയാട്രിസ്. ലോകത്തിലെ
ആദ്യമായിട്ട് ഈ ഒരു നിർമ്മിത ബുദ്ധി ബേസ്ഡ് ടീച്ചറിൻ്റെ പേര് അല്ലെങ്കിൽ അധ്യാപികയുടെ പേര് ബിയാട്രിസ് എന്നാണ്. എങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ AI ടീച്ചറിൻ്റെ പേര് ഐറിസ് എന്നാണ്. ഐറിസ് തിരുവനന്തപുരം ജില്ലയിലെ KTCT ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഐറിസിനെ സ്ഥാപിച്ചിരിക്കുന്നത്. സോ ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഏതെന്ന് വെച്ചാൽ ബിയാട്രിസും, ഇന്ത്യയിലാണെങ്കിൽ അത് ഐറിസും എന്നാണ്. ഡെവിൻ്റെ ഓപ്പൺ സോഴ്സ് ഇന്ത്യൻ പതിപ്പായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ പേര് എന്താണ്? AI ബേസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ പേര് ഡെവിൻ എന്നാണ്. കൂടാതെ ഡെവിനെ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഒരു പതിപ്പാണ് ദേവിക എന്ന് പറയുന്നത്. ദേവിക എങ്കിൽ ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൈദരാബാദിലാണ് കേട്ടോ. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതാണെങ്കിൽ ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതെന്ന് വെച്ചാൽ മോണിക്ക ഒരു AI സ്റ്റോറി. മോണിക്ക ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യ AI അധ്യാപിക പരിശീലനം ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ AI അധ്യാപക പരിശീലനം ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കുഞ്ഞു കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ്. കാർഷിക മേഖലയ്ക്കായി ഇന്ത്യയിലെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ സംസ്ഥാനമാണെങ്കിൽ ഒഡീഷയാണ്. കൂടാതെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകനാണെങ്കിൽ ഹിഷാം അബ്ദുൽ വഹാബാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ എന്ന് പറയുന്നത്. സോ കൂട്ടുകാരെ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട AIയുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്സാംസിന് വരാൻ സാധ്യതയുള്ള കുറേ സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ CA ഗുരു എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചാനലിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. സോ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നിറഞ്ഞ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് പോകാൻ കഴിയൂ. സോ എല്ലാവർക്കും താങ്ക് യു ആൾ.